അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കര കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സുകൾ ഒരുക്കുന്ന റേഡിയോ 16.21 SPC റേഡിയോ മരിയൻ വാണി. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ലിൻഡ. മെയ് മാസം ക്രിസ്തുവർഷത്തിലെ 5-ാം മാസം, കൊല്ലവർഷം മേടം ഇടവം മാസങ്ങൾ. ധാരാളം പ്രത്യേകതകളുള്ള മാസമാണ് മെയ്. ഒന്നാമത്തെ ദിവസം തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളത്. മദേഴ്സ് ഡേ, ബ്രദേഴ്സ് ഡേ ഒക്കെ മെയ് മാസത്തിലാണ്. ആസ്മ ദിനം, ലോക അത്ലറ്റിക്സ് ദിനം, രവീന്ദ്രനാഥ് ടാഗോർ ജയന്തി, ലോക റെഡ് ക്രോസ് ദിനം, ഇന്റർനാഷണൽ നഴ്സസ് ഡേ, പ്രസ് ഫ്രീഡം ഡേ, ബുദ്ധപൂർണിമ ഇവയെല്ലാം മെയ് മാസത്തിലെ പ്രത്യേകതകളാണ്. വടക്കൻ അർദ്ധഗോളത്തിൽ വസന്തകാലവും തെക്കൻ അർദ്ധഗോളത്തിൽ ശരത്കാലവുമാണ് മെയ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വേനലവധിക്കാലം. വരൾച്ചയുടെ മാസമാണ് മെയ് മാസം. എന്നാൽ മാസത്തിൻ്റെ അവസാന ആഴ്ചകൾ മഴയ്ക്ക് വേണ്ടി ഒരുങ്ങിത്തുടങ്ങി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി പുത്തനുടുപ്പുകളും പുസ്തകസഞ്ചികളും നോട്ട് ബുക്കുകളും ഒക്കെ ശേഖരിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് കുട്ടികളും രക്ഷിതാക്കളും. പുതിയ കൂട്ടുകാരെ സ്വീകരിക്കാൻ കലാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പുതുവത്സരത്തെ നമുക്ക് ആവേശത്തോടെ വരവേൽക്കാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കൊട്ടാരക്കര കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സുകൾ ഒരുക്കുന്ന റേഡിയോ 16.21 SPC റേഡിയോ മരിയൻ വാണി. ഹായ്, ഹലോ, നമസ്കാരം. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ ഒരുക്കുന്ന 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ചിഹ്നം. മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ. വെള്ളിയുടുപ്പെട്ട മാലാഖമാർ എന്ന വെളുപ്പേരുള്ളവരുടെ ദിനം. നഴ്സുമാരുടെ മഹത്വം ഈ ലോകമൊട്ടാകെ ശരിയായി തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കോവിഡ്, അല്ലേ? കോവിഡ് രോഗികളെ രാവും പകലുമില്ലാതെ സ്വന്തം ജീവൻ പോലും ത്യജിച്ച് ശുശ്രൂഷിക്കുന്ന നഴ്സുമാരെ മനസ്സിൽ ഓരോരുത്തരും നമിച്ചു പോയൊരു കാലഘട്ടമായിരിക്കും അത്. കൺമുന്നിൽ വരുന്ന ഓരോ രോഗികൾക്കും സ്വാന്തനവും സമാധാനവും നൽകി സ്വന്തം ദുഃഖങ്ങൾ മറന്ന് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ശ്രമിക്കുന്ന ഇവരുടെ ജോലി തീരെ എളുപ്പമൊന്നുമല്ല. എത്രയോ സംഘർഷങ്ങൾക്കുള്ളിലും പുറമേ ചിരിച്ചുകൊണ്ട് രോഗികളെ ആശ്വസിപ്പിക്കേണ്ട ജോലി കൂടിയുണ്ട് ഇവർക്ക്. ഇത് ശാരീരികവും ഒപ്പം മാനസികവുമായ അധ്വാനം വേണ്ടിവരുന്ന ഒരു ജോലി തന്നെയാണ്. അവർ കുടുംബത്തോടൊപ്പമുള്ള സമയങ്ങളും സന്തോഷങ്ങളും ഉപേക്ഷിച്ച് രാത്രികളിലും വാരാന്ത്യങ്ങളിലും യാതൊരു വ്യത്യാസവുമില്ലാതെ ജോലി ചെയ്യുന്നു. നിസ്സാര കാര്യങ്ങൾക്കായി ഇവരോട് ദുർമുഖം കാണിക്കുകയും അവരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. രാവ് പകലാക്കി ചോര നീരാക്കി നമ്മളെയും നമ്മുടെ പ്രിയരെയും സഹായിക്കുന്ന നഴ്സുമാർക്ക് 1000 സ്നേഹത്തിന്റെ പൂച്ചെണ്ടകൾ അർപ്പിച്ചുകൊണ്ട് ദിസ് ഈസ് 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേ. ഹായ്, ഹലോ, നമസ്കാരം. കൊട്ടാരക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സ് ഒരുക്കുന്ന റേഡിയോ 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അലീന. കുട്ടികൾ എല്ലാവരെയും ഒരുപോലെ കുഴപ്പിക്കുന്ന ഒന്നാണ് സർക്കിളും അതിൻ്റെ റേഡിയസും ഡയമീറ്ററുമെല്ലാം. അങ്ങനെ അത് കണ്ടുപിടിച്ചുകൊണ്ട് യുറേക്ക എന്ന് പറഞ്ഞോടിയ ആർക്കിമിഡീസിനെ പോലെ ധാരാളം ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ചിലത് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? 1879 മൈക്കൽ ഫാരഡെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ 1878 തോമസ് എഡിസന്റെ കണ്ടുപിടുത്തമായ ബൾബും 1926 JL ബൈഡന്റെ ടെലിവിഷനും എല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. യാത്ര ചെയ്യാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ടി 1839 K മാക്മില്ലൻ ബൈസിക്കിളും 1765 ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിനും 1903 റൈറ്റ് ബ്രദേഴ്സ് എയ്റോപ്ലെയിനും കണ്ടുപിടിച്ചു. 1876 ഗ്രഹം ബെൽ കണ്ടുപിടിച്ച ടെലിഫോണും 1834 ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച കമ്പ്യൂട്ടറും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റുമോ? കണക്കുകൂട്ടലുകളിലൂടെ പോകുന്ന നമ്മുടെ ജീവിതത്തിന് കാൽക്കുലേറ്റർ എന്നത് 1642 പാസ്കൽ കണ്ടുപിടിക്കുകയും എഴുത്തുകളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ 1938 C ബൈറോ പേന കണ്ടുപിടിക്കുകയും ചെയ്തു. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും കുട്ടികൾ ഒന്നുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബലൂൺ. ഇത് കണ്ടുപിടിച്ചത് 1783 മൈക്കൽ ഫാരഡെയാണ്. അങ്ങനെ 1901 മാക്രോണി കണ്ടുപിടിച്ച റേഡിയോ എന്ന സൃഷ്ടിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. സൈനിങ് ഓഫ് അലീന. നമസ്കാരം.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കര കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ്സുകൾ ഒരുക്കുന്ന റേഡിയോ 16.1 SPC റേഡിയോ മരിയൻ വാണി. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. അധ്യാപന മേഖലയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് ഒരു ദശാബ്ദക്കാലം കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അമരക്കാരനായിരുന്ന ഏറെ പ്രിയപ്പെട്ട റവറൻ ഫാദർ റോയി ജോർജ് വയലിറക്കത്ത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുകയാണ്. അദ്ദേഹത്തോടൊപ്പം അല്പസമയം ചിലവഴിക്കാം. ഒരു നല്ല ഇടയനായി ഇടവക സമൂഹത്തെ നയിക്കേണ്ട അവസരത്തിൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകനായും മേലധികാരിയായും സേവനം ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെ സാധിച്ചു? ഒരു പുരോഹിതൻ ഒരേ സമയം തന്നെ ആചാര്യനും ഗുരുവുമാണ്. ഇപ്പോൾ ഒരു ഗുരുവായിരിക്കുന്നു എന്നതിൻ്റെ ശ്രേഷ്ഠ ഭാവമാണ് യഥാർത്ഥത്തിൽ ആചാര്യത്വം എന്ന് പറയുന്നത്. നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പറയും ഒരു സാറ്, ഒരു അധ്യാപകൻ, ഒരു ഗുരു, ഒരാചാര്യൻ. അപ്പോൾ ഗുരുവും ആചാര്യനും ആയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആചാര്യ ശുശ്രൂഷ എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് നമ്മുടെ കോർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആചാര്യനായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. ആ ആചാര്യൻ്റെ റോൾ ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ അധ്യാപകനായി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അഭിഭാഷകനായി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കോർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ആചാര്യനായിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ആചാര്യൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രബോധന ശുശ്രൂഷയാണ്. അപ്പോൾ ആചാര്യനായും ഗുരുവായും നമുക്ക് ഒരു സ്കൂളിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ കോർ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചതുകൊണ്ട് തന്നെ റോൾ ഐഡൻറ്റിറ്റിയിലേക്ക് വരുന്നു എന്ന് മാത്രമാണ്. അത് നമുക്ക് രണ്ടും കൂടെ ഒത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് ഒരു അധ്യാപകനായിരിക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഗുരുവും ആചാര്യനും ആയിരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. എന്തായാലും പ്രതിസന്ധി ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ കാര്യക്ഷമമായിട്ട് അത് നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായി ചുമതലയേറ്റ അങ്ങേക്ക് ധാരാളം അസ്വസ്ഥതകൾ നേരിട്ടിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. ഇതിനെയൊക്കെ അതിജീവിക്കാൻ കിട്ടിയ ശക്തിയെക്കുറിച്ചും പ്രചോദനത്തെക്കുറിച്ചും. ഞാൻ 2015 ഇവിടെ പ്രിൻസിപ്പളായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വന്നത്. 2017 ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഈശ്വര കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് ഈ 2024 വരെയും നമ്മുടെ ഉത്തരവാദിത്വത്തിന് യാതൊരു കോട്ടവും ഉണ്ടാകാത്ത രീതിയിൽ നിർവഹിക്കുന്നതിന് സാധിച്ചു. അത് തികഞ്ഞ ദൈവാശ്രയ ബോധവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ എല്ലാ അധ്യാപകരുടെയും സഹകരണവും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകാൻ സാധിച്ചതെന്നാണ് എനിക്ക് ബലമായിട്ട് പറയുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധ്യാപകരോടെല്ലാം തന്നെ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അധ്യാപകരും ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളും നമ്മുടെ സമൂഹം മുഴുവനും ഒരു പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് ചുമതല നല്ല ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അത് ഈശ്വര കൃപ കൊണ്ടാണ് യഥാർത്ഥത്തിൽ, മറ്റുള്ള നമ്മുടെ അധ്യാപകരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടുമാണ്. ചുരുക്കത്തിൽ അങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. ഈ കലാലയത്തിലെ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുസമൂഹം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഇവിടെ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ള നന്മ തിന്മകളെക്കുറിച്ച് പറയാമോ? ഈ കലാലയത്തിലെ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഓഫീസ് സ്റ്റാഫ് അംഗങ്ങളിൽ നിന്നും എല്ലാം നല്ല അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ഇത്രയും നാളായിട്ടുണ്ടായിട്ടുള്ളൂ. ഞാൻ 2015 ഇവിടെ പ്രിൻസിപ്പളായിട്ട് വരുന്നത്. നമുക്ക് എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഈ സംവിധാനങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത് എല്ലാ അധ്യാപകരും ഒരുമിച്ച് നമ്മുടെ സ്ഥാപനത്തിന് നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് വഴിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ല അനുഭവമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. തിന്മ നിറഞ്ഞ അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ തന്നെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായ രീതിയിൽ നിർവഹിക്കുന്നതിനുള്ള അവസരം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥരും നമുക്ക് നല്ല സഹകരണത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. അവരോടെല്ലാം വളരെ സഹകരണത്തോടുകൂടി, സ്നേഹത്തോടുകൂടി പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായ രീതിയിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് സാധിച്ചു എന്ന് വേണം എനിക്ക് പറയാൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയമായ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണല്ലോ അങ്ങ് കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി എത്തിച്ചേർന്നത്. പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുണ്ടായ ഈ മാറ്റം ജീവിതത്തിലും തൊഴിൽ മേഖലകളിലും ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് പങ്കുവയ്ക്കാമോ? 1999 ഞാൻ പട്ടം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ
ഒരു അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്നത്. 2015 അവിടുന്ന് പ്രിൻസിപ്പലായിട്ട് നമ്മുടെ കിഴക്കേത്തെരുവ് സ്കൂളിലേക്ക് വരുന്നത്. കിഴക്കേത്തെരുവ് എന്ന് പറയുന്ന സ്ഥലം വലിയ ഒരു പട്ടണമല്ല എന്ന് നമുക്ക് തോന്നുന്നു എന്ന് വരികിലും യഥാർത്ഥത്തിൽ അത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെയും വളരെ നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. പട്ടത്തെ പോലെ തന്നെ തിരുവനന്തപുരം സിറ്റിയിലെ പോലെ തന്നെ നമ്മുടെ ഇവിടെയാണെങ്കിലും നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ്. നല്ല രീതിയിലാണ് അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഗ്രാമത്തിന് അതിൻ്റേതായ ചിന്താരീതികളും സമീപന രീതികളും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അധ്യാപകർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മാറ്റത്തിൽ തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അന്ന് അവിടെ ഒരു അധ്യാപകനായിട്ടാണ് ജോലി ചെയ്തത്. ഇവിടെയാണെങ്കിൽ ഞാനൊരു പ്രിൻസിപ്പലായിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ അല്പം കൂടി ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ നോക്കി കാണാനായിട്ട് പരിശ്രമിക്കേണ്ടി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ആകുമ്പോൾ എനിക്ക് ഉത്തരവാദിത്തമൊന്നും ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്തമേ ഉള്ളല്ലോ. മറ്റ് സ്ഥാപനത്തിൻ്റെ ഒരു മേലധികാരി എന്നതിൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവിടെ ഗൗരവത്തോടുകൂടി കാര്യക്ഷമമായിട്ട് അല്പം കൂടി ശ്രദ്ധ നമുക്ക് വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ തൊഴിൽ ജീവിതത്തിൽ. എങ്കിലും പൊതുവെ പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലാണെങ്കിലും നമ്മുടെ ഇവിടെയാണെങ്കിലും എല്ലാ വ്യക്തിത്വങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ സ്റ്റാഫുകളാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. കാരണം എൻ്റെ സമീപന രീതികളിൽ ഞാൻ ഉത്തരവാദിത്തത്തോടുകൂടി ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു. കിഴക്കേക്കര സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അമരക്കാരനായി അങ്ങ് എത്തിച്ചേർന്നപ്പോഴുള്ള സ്കൂളിൻ്റെ അവസ്ഥയും വിജയശതമാനവും കലാകായിക പ്രവൃത്തി പരിചയ രംഗങ്ങളിലുള്ള മികവുകളും ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടായ മാറ്റവും ഓർത്തെടുക്കാമോ? ഞാൻ 2015 ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭൗതിക സംവിധാനങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടായി എന്ന് പറയുവാൻ എനിക്ക് ആത്മാർത്ഥമായിട്ട് സാധിക്കുന്നു. അതിൽ നമ്മുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെയേറെ വർദ്ധിപ്പിക്കുന്നതിന് സാധിച്ചു. നമ്മുടെ സ്കൂളിൻ്റെ മുന്നിൽ അന്ന് പി സ്കൂൾ നിലനിന്നിരുന്നു. ഒരു ഓടിട്ട കെട്ടിടമായിരുന്നു. അത് മാറ്റി നമുക്കൊരു ഭംഗിയായിട്ട് നല്ല ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിച്ചു. അത് ഏകദേശം 95 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മളത് ഇപ്പം പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് നിൽക്കുന്ന സ്ഥലം നമ്മൾ വാങ്ങിയത് 50 ലക്ഷം രൂപ കൊടുത്താണ്. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് ഒരു 1.5 കോടി രൂപ അതിനുവേണ്ടി ചിലവാക്കി ഒരു പുതിയ സംവിധാനം അവിടെ ഉണ്ടാക്കി. അതിന് നേതൃത്വം കൊടുക്കുന്നതിന് എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. പ്രഥമാധ്യാപകൻ പ്രിൻസിപ്പൽ എന്ന നിലയിൽ നമുക്കിവിടെ സാധിക്കുന്ന ഭൗതിക സംവിധാനങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാക്കുന്നതിന് സാധിച്ചു. അത് മാത്രമല്ല, നമ്മൾ നല്ലൊരു ഓഡിറ്റോറിയം അവിടെ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ നമുക്ക് നമ്മുടെ 52 ക്ലാസ് റൂമുകൾ നമുക്കുള്ളതിൽ ഹൈസ്കൂൾ വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും ഹൈടെക് ക്ലാസ്സുകളായിട്ട് വരുന്നത് സാധിച്ചു. ആ ക്ലാസ് റൂമുകളെല്ലാം തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഫെൻസ്ഡ് ആക്കി കതവുകളെല്ലാം ഇട്ടു, ജനലുകളെല്ലാം ഇട്ടു. അത് നല്ല രീതിയിൽ ഫ്ലോറിങ്, വയറിങ് എല്ലാം നമുക്ക് ചെയ്യുന്നതിന് സാധിച്ചു. പിന്നീട് നമ്മുടെ പ്രവൃത്തി പരിചയമേളകളിലും മത്സരങ്ങളിലുമൊക്കെ നമ്മുടെ സ്കൂൾ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് സബ് ജില്ലാ തലത്തിൽ നമുക്ക് എപ്പോഴും മുന്നിൽ നിൽക്കുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിജയ ശതമാനമാണെങ്കിൽ എപ്പോഴും വളരെ മുന്നിൽ തന്നെയായിരുന്നു. നമുക്കിപ്പോൾ 100% 10ാം ക്ലാസ്സിൽ എപ്പോൾ നമുക്ക് വിജയം കിട്ടുന്നു. നമ്മുടെ 12ാം ക്ലാസ്സിലാണെങ്കിൽ ഞാൻ വന്നതിന് ശേഷം ഒരു വർഷം പോലും താഴ്ന്നിട്ടില്ല. അതിൽ കൂടുതൽ മാത്രമാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ 2024 12ാം ക്ലാസ്സിലെ കുട്ടികൾ വിജയിച്ചപ്പോൾ നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയശതമാനം നമുക്ക് കിട്ടുന്നതിന് സാധിച്ചു. 94% നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നമുക്ക് 42 കുട്ടികൾക്ക് ഫുൾ A+ മേടിക്കുന്നതിന് സാധിച്ചു. 224 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 210 കുട്ടികൾക്കും ഉന്നതമായ വിജയം ലഭിക്കുന്നതിന് സാധിച്ചു. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ നല്ല
ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇറങ്ങുന്നതെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇത് ആത്മസാക്ഷാത്കാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയും നിർവഹിക്കുന്നതിന് സാധിച്ചു എന്ന് ലഭിക്കുന്ന ഒരു സന്തോഷമാണത്. അതിലൊന്നും തന്നെ നമുക്കിനി അത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഇത് ചെയ്യാൻ സാധിച്ചില്ലോ എന്ന് പറയുന്നത് ഇല്ല. എങ്കിലും നമുക്ക് ഇനിയും വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതുണ്ട് എന്നുള്ളത് കൂടി ഓർപ്പിക്കുന്നു. SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ സന്നദ്ധ സംഘടനകൾ അങ്ങയുടെ നേതൃത്വത്തിൽ എങ്ങനെ വിജയകരമായി നടത്തപ്പെട്ടു? നമ്മുടെ ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഞാൻ വന്നതിന് ശേഷമാണെങ്കിൽ NSS നമുക്ക് കിട്ടി, അതുപോലെ സ്കൗട്ട് നമുക്ക് ലഭ്യമായി. നമുക്ക് ഹൈസ്കൂൾ വിഭാഗത്തിലാണെങ്കിൽ NCCയുടെ എയർവിങ് നമുക്ക് കിട്ടി. 2015 നമുക്ക് SPC കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ജോൺസൺ സാറായിരുന്നു. നല്ല ഭംഗിയായ രീതിയിൽ സാറ് അത് കൈകാര്യം ചെയ്തു. നല്ല ഒരു ബാൻഡ് ട്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാറിന് സാധിച്ചു. സാറിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ത്യാഗം അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. സാറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും സാറ് കയ്യിൽ നിന്ന് തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണം ചെലവാക്കിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൗട്ട്, ഗൈഡ്സ് എന്നീ വിഭാഗങ്ങൾ നമുക്കുണ്ട്. ജൂനിയർ റെഡ് ക്രോസ് ഉണ്ട്, ലിറ്റിൽ കൈറ്റ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പൊതു നന്മയ്ക്ക് ഒരു വലിയ സംഭാവനകളാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസിപ്ലിൻഡായിട്ടുള്ള സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുന്നതിനായിട്ട് സാധിച്ചു. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നതിന് സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് സ്വഭാവ രൂപീകരണം നല്ല രീതിയിലാക്കിയെടുക്കുന്നതിന് ഈ കുട്ടികളിലൂടെ സാധിച്ചു. അപ്പോൾ ഈ സന്നദ്ധ സംഘടനകളിലൂടെ എല്ലാം തന്നെ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മുഴുവനും അവർക്ക് ലഭിക്കുന്ന ഈ ക്ലാസ്സുകളും അവരുടെ സന്ദേശങ്ങളും അവരുടെ ആശയങ്ങളും പ്രകടിപ്പിക്കാനും സ്കൂൾ മുഴുവനും ഒരു ചിട്ടയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഇത് ഇടയാക്കി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് അത്തരത്തിൽ ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായി നമ്മൾ മാറിക്കഴിഞ്ഞു. അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതവും സഹപ്രവർത്തകരോടും സഹജീവികളോടുമുള്ള കരുതലുമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാം. ദീർഘകാലത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന അങ്ങേക്ക് ചെയ്തു തീർക്കാനായി ഇനിയും എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങേക്കത് ഞങ്ങളെ ചുമതലപ്പെടുത്താം. അങ്ങ് നേടിയ സംതൃപ്തിയെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാവരുമായിട്ട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിന് സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്, നമ്മുടെ സന്നദ്ധ സംഘടനപ്പെടുത്തുന്ന നമ്മുടെ എല്ലാ കുട്ടികളുമായിട്ട്, നമ്മുടെ കുട്ടികൾ മുഴുവനുമായിട്ട്, നമ്മുടെ അധ്യാപകരുമായിട്ട്, പൊതുസമൂഹവുമായിട്ടെല്ലാം നല്ല ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ സ്കൂളിൻ്റെ നടത്തിപ്പിന് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. നമുക്കിനിയും മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പം നമ്മൾ പുതുതായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംബന്ധിച്ച ട്രെയിനിങ് ഒക്കെ നമ്മുടെ അധ്യാപകർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇനിയും നമുക്ക് മുന്നിലേക്ക് വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് സാവകാശം ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് എൻ്റെ പിന്നാലെ വരുന്ന ആളുകൾ അത് കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മുന്നാലെ വന്നിട്ടുള്ള അധ്യാപകരാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ അവരുടെ പിൻഗാമി എന്ന നിലയിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരാൾ തന്നെ എല്ലാം ചെയ്ത് തീർക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം തന്നെ മറ്റ് UP വിഭാഗത്തിലുള്ള ക്ലാസ് റൂമുകളുണ്ട് നമുക്ക് ഇനി ഭംഗിയാക്കേണ്ടതായിട്ടുണ്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ക്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് ഹൈടെക്കുകളാക്കി. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ച് UP വിഭാഗത്തിലും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുമൊക്കെ നമുക്ക് അല്പം കൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളെ പിന്നാലെ വരുന്ന ആളുകൾ അത് ചെയ്തു തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, സ്ഥാപിക്കുകയുമാണ്. ഹായ് ഹലോ നമസ്കാരം. യു ആർ ലിസണിങ് ടു 16.2 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ് എന്ന ബുക്കിൻ്റെ റിവ്യൂ ആണ്. വിശ്വപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ ഫൈദോർ മിഖായലോവിച്ച് ദസ്തേവ്സ്കിയുടെ പ്രസിദ്ധമായ നോവലാണ് കുറ്റവും ശിക്ഷയും അഥവാ ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ്. 1866 12 ലക്കങ്ങളായി പ്രസിദ്ധീകരിച്ച കൃതി ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും മികച്ചവയിലൊന്നാണ്.
നോവൽ പുരോഗമിക്കുന്നത് ഇങ്ങനെയാണ്. സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിൽ താമസിക്കുന്ന ദരിദ്രനായ മുൻ വിദ്യാർത്ഥി റോഡിയോൺ റസ്കോൾനിക്കോവ് തൻ്റെ ദരിദ്ര സാഹചര്യത്തിൽ നിന്നും മോചനം നേടാനായി ചില്ലറയും മറ്റും ശേഖരിക്കുന്ന ഒരു വൃദ്ധയെ കൊല്ലാൻ ശ്രമിക്കുന്നു. താൻ അവരുടെ വസ്തുക്കളിൽ നിന്ന് നേടുന്ന കാശ് കൊണ്ട് മഹത്തായ കർമ്മങ്ങൾ ചെയ്താൽ അയാൾ ചെയ്ത കുറ്റം മായുമെന്നും അസാധാരണ പുരുഷന്മാരുടെ ഉയർന്ന ലക്ഷ്യങ്ങളിലെത്താനായി കുറ്റങ്ങൾ ചെയ്യുന്നത് ന്യായീകരിക്കപ്പെടുമെന്നും അയാൾ കരുതുന്നു. എന്നാൽ കുറ്റം ചെയ്തതിന് ശേഷം അയാൾ കുറ്റബോധം, ഭ്രാന്ത്, വെറുപ്പ് എന്നിവ കാരണം സമനില തെറ്റി തകരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറ്റം മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഈ നോവലിലൂടെ ഫയദോർ ദസ്തോവസ്കി നമ്മളെ മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും ഇരുണ്ട ഉള്ളറകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു കുറ്റവാളി ചെയ്ത കുറ്റം അയാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അയാളുടെ സമനിലയെ എങ്ങനെ ബാധിക്കുന്നു, അയാളുടെ ഹൃദയത്തെ എങ്ങനെ ബാധിക്കുന്നു, അയാളുടെ ചിന്താശേഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം നോവലിസ്റ്റ് ഇതിലൂടെ നമ്മളെ എടുത്ത് കാണിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനി ഈ നോവലിനെ പറ്റി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോവൽ രസമോടെ വായിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളിലോ അല്ലെങ്കിലുള്ള ലൈബ്രറിയിലോ ഈ ബുക്ക് ഉണ്ടോ എന്ന് തിരക്കുകയും തീർച്ചയായിട്ടും ഇത് വായിക്കാൻ ശ്രമിക്കുക ചെയ്യുക. യു ആർ ലിസണിംഗ് ടു 16.21 SPC റേഡിയോ മരിയ. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം. ദിസ് ഇസ് ലക്ഷ്മി പാർവതി ജെ സൈനിങ് ഓഫ്. മെയ് മാസത്തെ ധാരാളം പ്രത്യേകതകളെക്കുറിച്ച് നാം കേട്ടു കഴിഞ്ഞു അല്ലേ? പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കൊട്ടാരക്കര കിഴക്കേക്കര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കൂട്ടുകാരൊരുക്കുന്ന റേഡിയോ 16.21 SPC റേഡിയോ മരിയ, മരിയൻ വാണി. അറിയാം പറയാം കേട്ടുകൊണ്ടേയിരിക്കാം.